കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതി, 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 ജ്യോതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ, സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. തൽക്കാലം റെസ്റ്റ് എടുക്ക്. ടി.കെ. ഒന്ന് വരൂ. എന്താ ഡോക്ടർ? ജ്യോതിക്ക് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്താ? ഏയ്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ഇവിടെ അതിനെപ്പറ്റി ആളില്ല. ഡോക്ടർ, എന്താ, എന്തെങ്കിലും പ്രോബ്ലം? ഇല്ല, നത്തിങ്. ജ്യോതിക്കൊരു ചെറിയൊരു ശ്വാസതടസ്സം ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും സിംറ്റം ആണെന്ന് നോക്കണമല്ലോ. ടെസ്റ്റിനൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഏതൊരു കാര്യത്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ. നാളെ തന്നെ പറ്റുമെങ്കിൽ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് ഞാൻ ഡിസ്ചാർജിന് എഴുതാം. ഓക്കെ ഡോക്ടർ. എന്താ ഡോക്ടർ പറഞ്ഞു? ഏയ്, ഒന്നുമില്ല. 1-2 ടെസ്റ്റുകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞ. ഏയ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഏട്ടാ. എനിക്കിപ്പോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഒന്നും വേണ്ട ഏട്ടൻ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, എന്തു പറ്റി? ഒന്നുമില്ല. എന്തിനായിരിക്കും ഡോക്ടർ കാർഡിയോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞത്? ഈശ്വര, എന്റെ ജ്യോതിക്ക് കുഴപ്പമൊന്നും വരുത്തിയേക്കല്ലേ. ഈ പറഞ്ഞ എല്ലാവർക്കും CI അവിനാശിനെ കൊല്ലാൻ അവരുടേതായ കാരണങ്ങളുണ്ട്. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് CI അവിനാശ് കഴിച്ച മദ്യത്തിലാണ് വിഷം കലർന്നിരിക്കുന്നത്. മദ്യക്കുപ്പിയും ബിവറേജിന്റെ ബില്ലും നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാഡം. Then who? ആരാണ് മദ്യത്തിൽ വിഷം കലർത്തിയത്? ആ CCTV ഫുട്ടേജ് കിട്ടിയോ? ഇല്ല മാഡം. വൈ? അവിടുത്തെ CCTV കേടായിട്ട് കുറച്ച് നാളായി മാഡം. തൊട്ടടുത്തൊന്നും വേറെ CCTV ഇല്ലേ? ഇല്ല മാഡം. ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കടോ. ആരുടെയെങ്കിലും വീട്ടിലോ വല്ല കടയിലോ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ നോക്കാം. നോക്കാം മാഡം. ആരാ ഈ ഹരികുമാര മേനോൻ? എന്തേ അയാളുടെ പേര് ഇതിലില്ലാതെ പോയത്? ഒരു വലിയ ലിങ്കാണ് നിങ്ങൾ മിസ് ചെയ്തത്. സ്വന്തം മകൻ കൊല്ലപ്പെട്ടതിന്റെ വൈരാഗ്യം അവിനാശിനോട് അയാൾക്കുണ്ടാവില്ലേ? വിളിപ്പിക്കണം. അയാളെ മാത്രമല്ല, ആ സുധാകരൻ നായരെയും. സ്വന്തം മകൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഏതൊരച്ഛനും വേണമെങ്കിൽ മകളുടെ പൂർവ്വകാമുകനെ ഒഴിവാക്കാൻ ഇതുപോലൊരു പദ്ധതി ആസൂത്രണം ചെയ്യാം.
കറക്റ്റ് അല്ലേ? അതെ മാഡം. Then cook. നമുക്കാദ്യം അവരിൽ നിന്ന് തുടങ്ങാം. സുധാകരൻ നായരും ഹരികുമാര മേനോനും. ആദ്യം അവര് വരട്ടെ. കാർഡിയോളജിസ്റ്റിനെ കാണാൻ പോകുന്ന കാര്യം ജ്യോതിയോട് പറഞ്ഞാൽ അപ്പം എന്തിനാണെന്ന് ചോദിക്കും. ECG വേരിയേഷൻ ഉണ്ടെന്ന കാര്യം ജ്യോതിയോട് എങ്ങനെ പറയും? ഏട്ടനിതെന്തു പറ്റി? ആ ഡോക്ടറെ വിളിച്ച മാറ്റി നിർത്തി സംസാരിച്ചതിന് ശേഷമാണല്ലോ ഈ ഗൗരവം. അതോ ഇനി വേറെന്തെങ്കിലും പ്രശ്നം? കാർഡിയോളജിസ്റ്റിനെ കാണാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കും. മറ്റെന്തെങ്കിലും പറഞ്ഞാലോ? ഹലോ, എന്താ? ഏയ് ഒന്നുമില്ല. ഇന്നെന്താ ഒരു ഗൗരവം? അതെ, നമുക്ക് വേറൊരു നല്ല ഡോക്ടറെ കാണിച്ചാലോ? അതെന്തു പറ്റി? ആ ഡോക്ടറിന് എന്താ കുഴപ്പം? അവരുടെ പരിശോധന ഒന്നും ശരിയല്ല. അതെങ്ങനെ ഏട്ടനറിയാം? ഏട്ടൻ MBBS പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ പഠിച്ച വേറെയും ഡോക്ടർമാരുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമുക്കിതൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ? ഏട്ടന് ഇത് എന്താ പറ്റിയത്? അവര് നല്ല ഡോക്ടർ ഏട്ടാ. അതൊന്നും ശരിയാവില്ല. നമുക്ക് വേറെ നല്ല ആശുപത്രിയിൽ പോയി നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണാം. അതാ നല്ലത്. എന്തിനാ വെറുതെ ആ ഡോക്ടറെ ഇങ്ങനെ കുറ്റം പറയുന്നത്? സാധാരണ പതിവില്ലാത്തൊരു ശീലമാണല്ലോ ഇത്. ഏട്ടാ, കാര്യം പറ. ആ ഡോക്ടർ ഏട്ടനെ മാറ്റി നിർത്തി എന്താ പറഞ്ഞേ? എന്തു പറയാൻ? ഒന്നും പറഞ്ഞില്ല. ദേ, ഉരുണ്ട് കളിക്കല്ലേ, സത്യം പറ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. അവര് പറയാ അവിടെ നല്ല ഡോക്ടർമാരില്ല, വേറെ ഏതെങ്കിലും നല്ല ഡോക്ടർമാരുള്ള ആശുപത്രി കൊണ്ടുപോയി കാണിക്കാൻ. അതെന്തിനാ? എനിക്കിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്നേ. ഇങ്ങോട്ട് നോക്ക്. എന്റെ ഹാർട്ടിന് എന്ത് കുഴപ്പമുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ? ആര് പറഞ്ഞു അങ്ങനെ? അങ്ങനെ ആരും പറഞ്ഞില്ല. നീ ചുമ്മാ കുശിനിക്കാര, ചുമ്മാ കള്ളം പറയല്ലേ. ECG എടുത്തപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഒരു നല്ല കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞ്? ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനേ കബഡി നിരത്തി നോക്കി. അല്ല പിന്നെ. അതെ, ECG എടുക്കാൻ കയറിയപ്പോ ഞാൻ അവിടുത്തെ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചതാ. എന്നിട്ട് എന്താ അവര് പറഞ്ഞത്? ഏട്ടാ, ഈ വേരിയേഷൻ എന്നൊക്കെ പറയുന്നതേ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും പിന്നെ BP ഒക്കെ കൂടി ചേരുമ്പോ ഉണ്ടാവുന്നതാ. ഒരു 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി, ഇതങ്ങ് മാറിക്കോളും. പിന്നെ ആ സിസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു. എന്തു പറഞ്ഞു? അവിടെ ട്രീറ്റ്മെന്റിന് ചെല്ലുന്ന എല്ലാവരോടും ആ ഡോക്ടർ ഇങ്ങനെ തന്നെ പറയുന്നെന്ന്. ആണോ? സത്യമാണോ? പിന്നല്ലാതെ. എന്റെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലെന്നേ. എന്നാലും എന്റെ ഒരു ഫ്രണ്ട് കാർഡിയോ സർജൻ ഉണ്ട്. നമുക്ക് അയാളെ ഒന്ന് കാണാം. എന്റെ ദൈവമേ, സർജനോ? എന്തിന്? നിങ്ങൾ എന്നെ ഓപ്പറേഷൻ നടത്തി കൊല്ലാൻ നോക്കാണോ ഹിറ്റ്ലറെ? പോയേ. എന്താ, വേറെ കെട്ടാൻ വല്ല പ്ലാനും ഉണ്ടോ? നീ പോയി റെഡിയാവോ? നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ചെല്ല ഏട്ടാ. ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഏട്ടൻ ടെൻഷൻ അടിച്ച് മരിക്കും.
പത്രത്തിലായിരുന്നു അല്ലേ ജോലി? അതെ. നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലേ? അതെ. അപ്പോ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവും. പട്ടാളക്കാരൻ കൊല്ലുന്നത് രാജ്യത്തിന് വേണ്ടിയാ സാറേ. അവിനാശിനെ കൊന്നതും രാജ്യത്തിന് വേണ്ടിയാണോ? മകനെ കൊന്നതിനുള്ള പ്രതികാരമല്ലേ? ഞാൻ കൊന്നിട്ടില്ല. കൊന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവനാ. അവിനാശിനെ കൊല്ലാൻ പോയിട്ട് കിട്ടിയത് ഷാജിയെ. അവനിട്ട് ശരിക്കും കൊടുത്തു അല്ലേ? കൊടുത്തു സാറേ. അന്ന് അവിനാശിനെ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. എന്റെ മകളെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ടവൻ. അപ്പൊ അവിനാശിനെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിച്ചു? വളരെ ബുദ്ധിപരമായിട്ടാണ് നടപ്പിലാക്കിയതല്ലേ? ഇനി അത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി അവസാനിപ്പിക്കാം. മാഡം വന്നു കഴിഞ്ഞാൽ സംഗതി സീരിയസ് ആവും. അതിനു മുമ്പ് ഉള്ള സത്യം ഞങ്ങളോടങ്ങ് പറഞ്ഞേക്ക്. അതാ നല്ലത്. ഏയ്, എന്താ ഇത്? ഇതൊരു റെഡിയായില്ലേ? എനിക്കെങ്ങും വയ്യ. എനിക്കങ്ങനെ വലിയ അസുഖമൊന്നും ഇല്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞല്ലേ. ആ ഡോക്ടർക്കേ തലയ്ക്ക് നല്ല സുഖമില്ല. അല്ല പിന്നെ കാർഡിയോ സർജനെ കാണിക്കണം പോലും. ഒന്ന് പോയേട്ടാ. ആഹാ, പറഞ്ഞ അനുസരിക്കില്ലല്ലേ? ബേക്കറിക്കാരി അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് പാടി. ചുമ്മാ ഇരിക്കെ. ഇതുപോലെ ചോദ്യം ഞാൻ ചിരിച്ചു കണ്ടിട്ടേ ഇല്ല. ഇന്നലെ ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ഒരു കാർഡിയോ സർജനെ കാണിക്കാൻ പറഞ്ഞു. കാർഡിയോ സർജനെ കാണിക്കാനോ? എന്തിന്? ECG ഒരു വേരിയേഷൻ, പിന്നെ ബിപിയും കുറച്ച് കൂടുതലാണ്. ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ തന്നെ കാണിക്കണം. ചിലപ്പോ ഓപ്പറേഷനും മറ്റോ വേണ്ടി വന്നാലോ. എനിക്കിപ്പോ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. അതിനിടയ്ക്ക് ഒരുത്തി ഓപ്പറേഷൻ കൊണ്ട് വന്നിരിക്കുവോ? അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഡോക്ടർ പറഞ്ഞത് കാർഡിയോ സർജനെ കാണാനല്ലേ? എനിക്കൊരു സർജനെയും കാണണ്ട. ടെൻഷൻ കുറച്ച് കൂടിയെന്നല്ലാതെ ഒരു കുഴപ്പം എനിക്കില്ല. അയ്യോ വേണ്ട ജ്യോതി. നിസ്സാരെന്ന് നമ്മൾ കരുതുന്നതൊക്കെയാ പിന്നീട് വലുതാവുന്നത്. വെറുതെ പറഞ്ഞ് ഭയപ്പെടുത്താതെ താരേച്ചി. ജ്യോതിക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊരു ചായ കിട്ടിയ കൊള്ളായിരുന്നു. എന്നാ പിന്നെ എനിക്കൊരു കോഫി മതി. ആഹാ, മാറി മാറി പറയാൻ ഇതെന്താ കോഫി ഷോപ്പാ? രണ്ടുപേർക്കും ചായ എന്നെ മതി ചിത്ര. ചായ കുടിച്ചാ മതി. ഓ, ഉത്തരവ്. വാ ചിത്രേ, നമുക്ക് ചായ ഇടാം. നീ ശ്രദ്ധിച്ചോ? ഇത്രയൊക്കെ തമാശ പറഞ്ഞിട്ടും ചിത്രയുടെ മുഖത്ത് ഗൗരവം തന്നെയാ. അതെങ്ങനെ ചിരിക്കാനാ? അവളുടെ അവസ്ഥ നമുക്കറിയാവുന്നല്ലേ. ഇവിടെ വരെ വന്ന് എനിക്ക് എന്താ അസുഖമെന്ന് അന്വേഷിച്ചില്ലേ? അതന്നെ വലിയ കാര്യം. ജയപ്രകാശ് ആണല്ലോ. ഹലോ. ഹലോ DK, ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. എന്താ? നമ്മൾ പറഞ്ഞ ആളെത്തി. ACP അന്ന മേരി ജോൺ. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ത് പ്രശ്നം? പ്രിയയുടെ അച്ഛനെയും ഹരികുമാരൻ നായരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇതെപ്പോ ജയപ്രകാശേ? ഞാൻ ഉടനെ വരാം. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ ജാമ്യത്തിൽ ഇറക്കണം.
ഡി കെ പേടിക്കണ്ട. ഇതങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള അറസ്റ്റൊന്നുമല്ല. ഞാൻ CI വിളിച്ചിരുന്നു. ചില സംശയങ്ങൾ ചോദിച്ച് പറഞ്ഞു വിടുന്ന പറഞ്ഞത്. പോലീസിന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ വരാം. വേണ്ട ഡി കെ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇത് പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വിളിച്ചത്. പിന്നെ നമ്മളെല്ലാം ചോദ്യം ചെയ്യാൻ ഉടനെ വിളിക്കുന്ന കേട്ടത്. എന്താ ഏട്ടാ? ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അത് കണ്ടിട്ടാണോ അവിനാശിനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല മാഡം. തോക്കെടുത്തൊരാളുടെ നെഞ്ചിലേക്ക് വെടിവെക്കാൻ ഇപ്പോഴും ധൈര്യമുണ്ടല്ലേ? വേണ്ടി വന്നാ ചെയ്യും. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഷട്ട് അപ്പ്. പോലീസിന്റെ മുമ്പിൽ മായം കളിക്കുന്നോ? നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ അവിനാശിനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്? എങ്ങനെയത് നടപ്പിലാക്കിയത്? ഒരാൾ മകൾക്ക് വേണ്ടി, മറ്റേയാൾ മകന്റെ ജീവന് വേണ്ടി പ്രതികാരം. രണ്ടും കൂടി ഒന്നിച്ചപ്പോ ഒരുത്തിനെ അങ്ങ് തീർക്കാൻ പറ്റി അല്ലേ? ന്യൂസ് പേപ്പറിന്റെ പ്രൂഫ് റീഡർ ആയിരുന്നല്ലേ? അതെ. ദിവസവും അച്ചടിക്കുന്ന കൊലപാതക കഥകൾ ആദ്യം വായിക്കുന്നത് പ്രൂഫ് റീഡർമാരാ. ചിലർക്കതൊരു ലഹരിയാ. ഓരോ ദിവസവും പുതിയ പുതിയ കൊലപാതക രീതികൾ. ചോര പുരണ്ട ആ കഥകൾ വായിച്ച് ശീലമുള്ള നിങ്ങൾക്ക് അവിനാശിനെ പോലുള്ള ഒരാളെ വിഷം കൊടുത്തു കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മാഡം എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നിങ്ങളാണ് അവിനാശിനെ കൊന്നത്. മാഡം, എനിക്ക് പ്രായമേറി വരികയാണ്. ഇനിയുള്ള കാലം ജീവിച്ചാലും മരിച്ചാലും എനിക്കൊരുപോലെ. ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. ചത്തത് നന്നായി, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നേനെ. തൽക്കാലം പൊക്കോ. പക്ഷെ എവിടെയെങ്കിലും ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്നറിഞ്ഞാൽ തൂക്കി എടുത്തോണ്ട് വന്ന് ഇതിനകത്തിടും. പിന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നതൊന്നും ഇങ്ങനെയായിരിക്കില്ല. മനസ്സിലായോ? മൊഴിയെടുത്ത് വിട്ടേക്ക്. ശരി മാഡം. മാഡം, ഡി കെ എവിടെ? മുകളിലുണ്ട്. വിളിക്കൂ. DK ദേവകൃഷ്ണ തകർന്ന് തരിപ്പണമായി പോയ അമരാവതി വീടിനെ ചങ്കൂറ്റം കൊണ്ട് ആകാശത്തോളം വളർത്തിയ ഒറ്റയാൻ. മക്കൾക്കും മരുമക്കൾക്കും താങ്ങും തണലുമായ അമ്മായച്ചൻ. അമരാവതിയുടെ നെടുന്തൂൺ. ജ്യോതി DKയുടെ ഭാര്യ.
നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് CI അവിനാശിനെ DK സ്റ്റേഷനിൽ കയറി കൈയും കാലും തല്ലി ഒടിച്ചത്. പിന്നെ ഇപ്പൊ കൊന്നുകളഞ്ഞതും. എന്റെ ഏട്ടൻ ആരെയും കൊന്നിട്ടില്ല. അത് നീയാണോടി തീരുമാനിക്കുന്നത്? ഇയാളല്ലെങ്കിൽ പിന്നെ നീയാണോ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഓഹോ, ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കൊന്നതാവാം. അതുമല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചതുമാവാം. അപ്പോ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണ്.